കെവിൻ എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരനെ ഒരു പെൺകുട്ടിയെ പ്രേമിച്ചു എന്നതിൻ്റെ പേരിൽ പെൺകുട്ടിയുടെ ആങ്ങളമാരെ തട്ടിക്കൊണ്ടുപോയിട്ട് വെള്ളത്തിൽ മുക്കി കൊന്നു. അന്നും ഈ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന ഈ മുഖ്യമന്ത്രിയുടെ ഈ ഭരണത്തിൽ നിന്ന് ആ കെവിന് നീതി ലഭിച്ചില്ല. കാരണം തട്ടിക്കൊണ്ടുപോയപ്പോൾ തന്നെ ആ പെൺകുട്ടി വിളിച്ചു പറഞ്ഞു ആ പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനിൽ. പോലീസുകാർ പറഞ്ഞത് എന്താന്ന് രോഹിണിക്ക് ഓർമ്മ ഉണ്ടായിരിക്കും, ഞങ്ങൾക്ക് മുഖ്യമന്ത്രി കോട്ടയത്തുണ്ട്, അദ്ദേഹത്തിനെ നോക്കുന്ന തിരക്കിലാണ് ഞങ്ങൾ, അദ്ദേഹത്തിൻ്റെ പ്രൊട്ടക്ഷനാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ അതിൽ ഇടപെടാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. SI പിന്നെ സസ്പെൻഡ് ചെയ്തു, സത്യം വിളിച്ചു പറഞ്ഞ ഉദ്യോഗസ്ഥനെ. അതുപോലെ 3 സർക്കാർ ഉദ്യോഗസ്ഥരെ ബലിയാടാക്കിക്കൊണ്ട് ഈ പ്രശ്നത്തിൽ നിന്ന് ഈ CBIക്ക് കൃത്യമായിട്ട് കൈമാറേണ്ട ഒരു രേഖ കൈമാറാത്ത വിഷയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിനെ കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്കോ ആവില്ല. ഇത് റാഗിങ് കൊലപാതകമല്ല. ഭരണം നടത്തുന്നത് ഞങ്ങളുടെ മാതൃപാർട്ടിയുടെ നേതാക്കളും മാതൃപാർട്ടിയുമാണ് എന്നുള്ള അഹങ്കാരത്തിൽ ഒരു വിദ്യാർത്ഥി സംഘടന ചെയ്തിട്ടുള്ള ക്രൂരമായ കൊലപാതകമാണ്. അതിനെ റാഗിങ് എന്നുള്ള പദത്തിൽ വിശേഷിപ്പിക്കാനേ പറ്റില്ല. ലിഖിത നിയമം നിലവിലുള്ള ഒരു സ്ഥലത്ത് അലിഖിത നിയമത്തിൻ്റെ ഒരു നടപ്പ് അവിടെ നടക്കുന്നു എന്നറിഞ്ഞിട്ട് ഈ ഡീൻ എന്ന് പറയുന്ന മനുഷ്യവേഷം കെട്ടിയ അയാളെയാണ് സത്യത്തിൽ നരാധമൻ എന്ന് വിളിക്കേണ്ടത്. അയാളെ പോലുള്ള ഒരാളെ അവിടുത്തെ ഡീനാക്കി വെച്ചിട്ടുള്ള ഇവിടുത്തെ ഈ വകുപ്പ് മന്ത്രി ഉണ്ടല്ലോ, ഈ വകുപ്പ് മന്ത്രി ഇതിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് പറയണം, ഞാൻ ഇതിൽ നിന്ന് മാറി നിൽക്കുകയാണ്, എനിക്കും മക്കളുണ്ട്, അല്ലെങ്കിൽ എനിക്കും സഹോദരിമാരുണ്ട്. ഇന്ന് കുഴഞ്ഞു വേണം ആ സ്ത്രീയിലെ ഈ ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ട് ന്യായീകരിക്കാൻ വന്നിട്ടുള്ള ആ വ്യക്തി മനസ്സിലാക്കേണ്ടതെന്ന് അറിയും. ഇന്ന് ആ 41 എന്നുള്ള ചടങ്ങിന് കുഴഞ്ഞു വീണിട്ടുള്ള ആ സ്ത്രീയിലെ അമ്മയെ കാണണം, സഹോദരിയെ കാണണം, അതുപോലെ തന്നെ എന്ത് കാണണമെന്നറിയോ, അവരെ വേദനിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ ഒരു അന്തരീക്ഷം തകർത്തിട്ടുള്ള ഒരു വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് ഒരു വിദ്യാർത്ഥികളുടെ ക്രൂരതയാണ് അവരെ കുഴഞ്ഞു വീഴ്ത്തിയത് എന്ന് മനസ്സിലാക്കാനുള്ള ഇത് വേണം. താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ഇടതുപക്ഷ പ്രതിനിധി, ഈ കേരള യൂണിവേഴ്സിറ്റി കലോത്സവം എന്താണ് സാർ? ഈ കലോത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലാകാരന്മാരെയും കലാകാരികളെയും കോളേജ് തലത്തിൽ വാർത്തെടുക്കാനുള്ള ഒരു കലോത്സവം അലങ്കോലമാക്കിയത് ആരാണ് സാർ? അതിനെ തുടർന്ന് ഒരു അധ്യാപകൻ ക്രൂരമായ മർദ്ദനമേറ്റ് മരിച്ചപ്പോൾ ആരുടെ പേരാണ് സാർ പുറത്തേക്ക് വന്നിരിക്കുന്നത്? ഇവിടെ ഇടുക്കിയിൽ ശ്രീ MM മണി ഒരു കോളേജ് അധ്യാപിക, ഒരു കോളേജ് പ്രിൻസിപ്പലിനെ വിശേഷിപ്പിച്ച വാക്ക് രോഹിണിയാണ് ഈ ചർച്ച നയിക്കുന്നത് എന്നുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. അതായത് വിദ്യാർത്ഥി നേതാക്കളുമായി അടച്ചിട്ട മുറിയിലിരുന്ന് അവർ സംസാരിച്ചു എന്നുള്ളൊരു കുറ്റം കൊണ്ട് എന്തായിരുന്നു സാർ അവിടുത്തെ പ്രശ്നം? അവിടുത്തെ കുറച്ച് SFI നേതാക്കൾക്കെതിരെ ആ പ്രിൻസിപ്പൾ നടപടി എടുത്തതായിരുന്നില്ലേ? ഇപ്പോൾ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ നിന്നും ഒരു സ്ത്രീക്ക് അവിടെ അല്ല, അത് പറയണത് ശരിയല്ല രോഹിണി. ഞാൻ MM മണി അല്ലല്ലോ, അതാണ് മനസ്സിലാക്കുക. എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. എനിക്ക് എൻ്റെ വീട്ടിലുള്ള ഈ ചർച്ച കാണുന്നുണ്ട്, അവരെന്നെ ശാസിക്കും. അപ്പോൾ ഈ രമ എന്ന് പറയുന്ന ആ പ്രിൻസിപ്പലിന് പറയാനുള്ളത് ആരെക്കുറിച്ചാണ് സാർ? ഇവിടെ ഒരു ഉച്ചയ്ക്ക് 1 മണിക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ SFI വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും ചേർന്ന് കാണിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അവർ വിളിച്ചു പറഞ്ഞതാണ്. ഇപ്പോൾ അവരുടെ റിട്ടയർമെൻറ്റ് വരെ പ്രശ്നമാക്കിയിട്ട് അവരെ ട്രാൻസ്ഫർ ചെയ്തതും പ്രശ്നങ്ങളും. മഹാരാജാസ് കോളേജിലെ പ്രിൻസിപ്പലിൻ്റെ കസാല കത്തിച്ചത് ആരാണ് സാർ? സാർ ഇതൊന്നും എല്ലാ കാലത്തും എല്ലാ വിദ്യാർത്ഥി സംഘടനകളും ഇത്തരത്തിൽ അഴിഞ്ഞാടിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് സാർ ഇതിന് ഇപ്പോൾ ഈ ഭരണം നടക്കുന്ന സമയത്തെങ്കിലും കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തിയിട്ട് ഈ വിദ്യാർത്ഥി സംഘടനകളെ നിയന്ത്രിക്കാൻ ഇവിടുത്തെ ഈ ഭരണ നേതൃത്വം തയ്യാറാവുന്നില്ല സാർ? അതിന് പാടത്ത് പണിക്ക് വരമ്പത്ത് കൂലി എന്ന് പറഞ്ഞ പ്രോത്സാഹനം, ഇത്തരത്തിലുള്ള പ്രോത്സാഹനജനകമായ വാക്കുകൾ ഉത്തേജിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണോ സാർ ഈ കമ്മ്യൂണിസം എന്ന് പറയുന്നത്? ജനങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ നിങ്ങളിപ്പോൾ ഇവിടെ ഈ ചർച്ചയിൽ ഉയർന്നു വന്നത് ശരിയാണ്. അതായത് വോട്ട് ചോദിച്ച് ചെന്ന് കഴിഞ്ഞാൽ കേൾക്കാൻ പോകുന്ന മറുപടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വാക്കാൽ ഒരു CBI അന്വേഷണം പ്രഖ്യാപിക്കലാണോ സാർ ഒരു മുഖ്യമന്ത്രിയുടെ ചുമതല? പിന്നീട് ഈ മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഈ കൃത്യമായ പേപ്പറുകൾ, കാരണം കേരളത്തെ പിടിച്ചു കുലുക്കിയ ഒരു സംഭവമാണ് സാർ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയുടെ മരണം. അത് മരിച്ചതല്ല, ക്രൂരമായി പീഡിപ്പിച്ചു കൊന്നതാണ്. അപ്പം ആ ഒരു കൊലപാതകത്തിൻ്റെ ഞാൻ ഉത്തരവിട്ടിട്ടുള്ളൊരു CBI അന്വേഷണത്തിൻ്റെ കൃത്യമായ പേപ്പർ വർക്കുകൾ നടക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കാതിരിക്കത്തക്ക തോതിൽ എന്ത് പ്രശ്നമാണ് സാർ ഈ ഇലക്ഷൻ അപ്പുറം ഈ മുഖ്യമന്ത്രിക്കുള്ളത്? അല്ലെങ്കിൽ അതിനൊരാളെ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ചുമതലപ്പെടുത്താൻ സാർ 36 or 37 പേഴ്സണൽ സ്റ്റാഫിനെ നമ്മുടെ നികുതിപ്പണം കൊണ്ട് അവിടെ തീറ്റിപ്പോറ്റുന്നില്ല സാർ? 2 വർഷം കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ടുള്ള പെൻഷൻ ലഭിക്കാനുള്ള നിയമനിർമ്മാണം നടത്തിയിട്ടില്ലേ സാർ? ആ നിയമനിർമ്മാണം നടത്തിയിട്ട് ആ നിയമനിർമ്മാണത്തിനെതിരെ അങ്ങേയറ്റം ആക്ഷേപം ഉയർന്നിട്ടും ആ നിയമനിർമ്മാണം അതേപടി കൊണ്ടു നടക്കുന്ന മുഖ്യമന്ത്രിക്ക് സിദ്ധാർത്ഥൻ്റെ കേസിലെ ഇത്തരത്തിലൊരു CBI അന്വേഷണം കൃത്യമായിട്ട് നടക്കാൻ വേണ്ട പേപ്പറുകൾ ഇവിടെ നിന്ന് പോയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ ഒരു പേഴ്സണൽ സ്റ്റാഫിനോട് പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് നമുക്ക് ഈ ചർച്ച ഇവിടെ നടത്തേണ്ടി വരുമായിരുന്നു സാർ. ക്ഷമയുടെ അതിർവരമ്പുകൾ ലംഘിക്കപ്പെട്ട നിലയിലാണ് സാർ ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിൻ്റെ ഭരണം നടക്കുന്നത്. അപ്പം അതുകൊണ്ട്
നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമുക്ക് വേണ്ടത് നീതിയും നിയമവും കൃത്യമായി നടപ്പിലാക്കപ്പെടുകയാണ് വേണ്ടത്. അതിനെ ഇത്തരത്തിൽ നമ്മുടെ കോടതികളെ സമീപിക്കുന്നവരെ പോലും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ലക്ഷക്കണക്കിനും കോടിക്കണക്കിന് രൂപ കൊടുത്ത് വക്കീലന്മാരെ കൊണ്ടുവരുന്ന ഒരവസ്ഥയിൽ ഇവിടെ ഒരു അച്ഛൻ്റെ രോദനത്തെ താങ്കൾ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ഈ ചർച്ചയിൽ താങ്കൾക്ക് മാന്യമായി പറയാമായിരുന്നു. താങ്കളെ പോലെ തന്നെ ഞാൻ ഈ ചർച്ചയിൽ ഈ സിദ്ധാർത്ഥൻ്റെ മരണവുമായി 6-7 ചർച്ചകളിൽ ജനം TV യിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിൽ പങ്കെടുത്ത എല്ലാ ഇടതുപക്ഷത്തിൻ്റെ താങ്കളെക്കാൾ തീവ്രമായി സംസാരിക്കുന്ന ഒരാളും താങ്കൾ സംസാരിച്ച പോലെ ഇത് ലാഘവമായി കണ്ട് സംസാരിച്ചിട്ടില്ല. ഇനി ഒരു സിദ്ധാർത്ഥൻ കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല സാർ. ഇനി ഒരു സിദ്ധാർത്ഥന് വേണ്ടി വിലപിക്കുന്ന ഒരു അമ്മയും അച്ഛനും കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല. അത്തരത്തിലായിരിക്കണം ഇനി CPM-ൻ്റെയും CPM-ൻ്റെ കീഴിലെ യുവജന സംഘടനകളുടെയും വിദ്യാർത്ഥി സംഘടനകളുടെയും പ്രവർത്തനം എന്ന് ഉറപ്പുവരുത്താൻ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ തയ്യാറാകണമെന്നാണ് രോഹിണി എനിക്ക് പറയാനുള്ളത്.